മുണ്ടക്കൈ ചുരൽമല ടൗൺഷിപ്പ് നിർമ്മാണത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി തടയണമെന്ന ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. മതിയായ നഷ്ടപരിഹാരം നൽകാതെ ഭൂമി ഏറ്റെടുക്കരുത് എന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ ചൂണ്ടിക്കാട്ടുകയാണ്. ഭൂമി ഏറ്റെടുക്കാൻ അനുവദിച്ച ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ആവശ്യം. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇത് ഇക്കാര്യത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് വീണ്ടും അവരുടെ ഹർജിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇപ്പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഉത്തരവ് എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവർക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സ്മിത, പ്രവിത, ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ആവശ്യം എന്നുള്ളത് മതിയായ നഷ്ടപരിഹാരം നൽകാതെ ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. ഈ വയനാട് പുനരധിവാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ഹർജി തന്നെയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ദിബാങ്കർ ദത്ത, ജസ്റ്റിസ് മൻമോഹൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുക. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഹർജി പരിഗണിക്കുന്നത്. എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ അനുവദിച്ചുകൊണ്ട് നേരത്തെ ഹൈക്കോടതി നൽകിയ ഉത്തരവ് അത് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജി. സർക്കാർ നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം മതിയായ അളവിലുള്ളതല്ല എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമവുമായി ബന്ധപ്പെട്ട അതിൽ അനുസരിച്ചുള്ള നഷ്ടപരിഹാരം തങ്ങൾക്ക് വേണം എന്നുള്ള ആവശ്യമാണ് ഈ ഹർജിയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് ആവശ്യപ്പെടുന്നത്. പ്രധാനമായും ഭൂമി ഏറ്റെടുക്കുമ്പോൾ തങ്ങൾക്ക് 549 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്നുണ്ട് എന്നും ഇത് നികത്താൻ മതിയായ തുക നിലവിൽ സർക്കാർ നൽകുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ മതിയായ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ മാത്രം അനുമതി നൽകുക എന്നുമാണ് ഈ എസ്റ്റേറ്റ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിൽ സുപ്രീം കോടതിയുടെ നിലപാട് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. പ്രവിത, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും കോടികളുടെ മതിപ്പ് വിലയുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള നഷ്ടപരിഹാരം തങ്ങൾക്ക് ലഭിക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് വീണ്ടും എൽസ്റ്റൺ എസ്റ്റേറ്റ്. അവർ ചോദിക്കുന്ന 200 കോടിയോളം രൂപയാണ്. പക്ഷെ അത്രയൊക്കെ സംസ്ഥാന സർക്കാരിന് കൊടുക്കാനാകുമോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം കൂടിയുണ്ട്.